എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന്, ന്യൂക്ലിയർ എനർജി ഡേഞ്ചറസ് കൺസെഷൻസ് ഓൺ ലയബിലിറ്റി. ഓക്കെ, ഇത് GS2 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ന്യൂസ് ഇസ് വിൽഫുൾ വയലേഷനാണ്. ഇത് ഗവർണർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അത് തമിഴ്നാട് ഗവർണറിനെ ബേസ് ചെയ്തിട്ട് റീസെൻറ്റ് ഇഷ്യൂസൊക്കെ റിലേറ്റഡ് ആയിട്ട് വന്നൊരു എഡിറ്റോറിയലാണ്. അപ്പോൾ അത് GS2 പൊളിറ്റിക് ഗവർണർ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ന്യൂസ് വരുന്നത്. പക്ഷേ നമ്മൾ കൂടുതലും ഇതിനെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന ഗവർണറുടെ പവേഴ്സും ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബഡ്ജറ്റിംഗ് ഫോർ എ ജെൻഡർ ഇൻക്ലൂസീവ് വികസിത് ഭാരത്. ഇത് നമുക്കറിയാം, ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ട് കൂടുതലും ഡേറ്റ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണിത്. അപ്പോൾ ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് ഇസ് ന്യൂക്ലിയർ എനർജി ഡേഞ്ചറസ് കൺസെഷൻസ് ഓൺ ലയബിലിറ്റി. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ റീസെൻറ്റ് പ്രൊപ്പോസൽ ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ടു അമെൻഡ് അറ്റോമിക് എനർജി ആക്ട് ആൻഡ് ദ സിവിൽ ലയബിലിറ്റി ഓഫ് ന്യൂക്ലിയർ ഡാമേജ് ആക്ട് has raised concerns regarding nuclear safety, supplier liability, and economic implications. The proposed amendments are seen as a move to appease international nuclear suppliers by reducing their liability in case of accidents. Okay, ഇപ്പോൾ key issues and arguments എന്താണ്? ഒന്ന്, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ് ആൻഡ് ലയബിലിറ്റി കൺസേൺസ് ആണ്. അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ക്യാരി എ റിസ്ക് ഓഫ് ആക്സിഡൻറ്റ്സ് ആസ് സീൻ ഇൻ ചെർണോബിൽ, ഫുക്കുഷിമ. Such disasters affect multiple stakeholders. Victims ഉണ്ട്, അതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ട്, സപ്ലയേഴ്സും ഉണ്ട്. അണ്ടർ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി ഫ്രെയിംവർക്ക്, പ്രൈമറി ലയബിലിറ്റി റെസ്റ്റ് വിത്ത് ദ ഓപ്പറേറ്റർ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ലയബിലിറ്റി ഇപ്പം എക്സിസ്റ്റിംഗ് പ്രോട്ടോക്കോൾ പ്രകാരം അത് ഓപ്പറേറ്ററിൻ്റെ പേരിലാണ്. ഓക്കെ, ഇമ്പാക്റ്റ് ഓൺ വിക്ടിം ആൻഡ് കോമ്പൻസേഷൻ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സെറ്റ് എ പ്രസിഡൻറ്റ് വെയർ ഹസാർഡസ് എൻ്റർപ്രൈസസ് വെയർ ഹെൽഡ് അബ്സല്യൂട്ട്ലി ലയബിൾ. 2004 liability framework in India reduced supplier liability, raising concerns about just compensation for victims. Economic damage from nuclear accidents far exceeds the liability cap, leaving affected communities with inadequate relief. അതായത് ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജസ്. Okay, pressure from international suppliers. US corporations have pushed India to indemnify suppliers from liabilities. The India-US nuclear agreement allowed American firms to sell nuclear reactors but led to policy compromise on safety. Recent amendments favoring suppliers could shift financial burdens into taxpayers in case of accidents. Okay, backtracking on nuclear safety. Nuclear safety requires strong liability mandates to ensure strict compliance by suppliers and operators. അതായത് ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ സപ്ലയറിൻ്റെ, അതായത് ഈ ന്യൂക്ലിയർ ഫ്യൂൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അക്കൗണ്ടബിലിറ്റി കുറയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കോസ്റ്റ് കട്ടിങ്, സേഫ്റ്റി മെഷേഴ്സിലൊക്കെ പ്രശ്നങ്ങൾ വരും. അതിലൂടെ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ പോലും ഇവർ അക്കൗണ്ടബിൾ ആയിരിക്കത്തില്ല. പൊതുജനം അവരുടെ ടാക്സ് പേയേഴ്സ് മണി ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. ഫുക്കുഷിമ ഡിസാസ്റ്റർ ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സേഫ്റ്റി അസസ്മെൻറ്റ്സ് ആൻഡ് സപ്ലയർ അക്കൗണ്ടബിലിറ്റി. എക്കണോമിക് ആൻഡ് എനർജി കൺസിഡറേഷൻ. India aims to expand nuclear energy to meet growing electricity demand. However, the cost of electricity from modular nuclear reactors is often higher than alternative sources like renewables. Reducing supplier liability could make nuclear energy financially unviable due to risk mitigation cost. Long-term policy recommendations എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ensure a strong nuclear liability regime to uphold all stakeholders accountable, invest in indigenous nuclear technology development to reduce reliance on foreign suppliers, strengthen independent nuclear safety assessments and regulatory framework, prioritize renewable energy sources to complement nuclear energy without excessive economic risk. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ, ടു ബാലൻസ് എനർജി സെക്യൂരിറ്റി വിത്ത് സേഫ്റ്റി ആൻഡ് എക്കണോമിക് വയബിലിറ്റി,
ഇന്ത്യ ഷുഡ് അഡോപ്റ്റ് എ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ച് വേണം, ഇൻക്ലൂഡ്സ് റെഗുലേറ്ററി റിഫോംസ് വേണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വേണം, അതുപോലെ തന്നെ ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നല്ല പ്രാക്ടീസസും ഫോളോ ചെയ്യണം. ഓക്കെ, സ്ട്രെങ്തനിങ് ദി ന്യൂക്ലിയർ ലയബിലിറ്റി ഫ്രെയിംവർക്ക്, അതായത് എൻഷുർ ക്ലിയർ അക്കൗണ്ടബിലിറ്റി ഫോർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് suppliers, operators and regulatory bodies, revise the Civil Liability for Nuclear Damage Act to increase the compensation cap for victims in case of accidents, establish an independent nuclear insurance fund to cover liabilities beyond the prescribed limits, പിന്നെ enhancing nuclear safety standards, അതായത് strengthen the Atomic Energy Regulatory Board by making it an independent constitutional body, പിന്നെ mandate periodic safety audits for all nuclear installations, ensuring transparency in assessments, implement real-time monitoring and AI-driven risk detection to preemptively identify vulnerabilities in nuclear plants. പിന്നെ encouraging indigenous nuclear technology ആണ്, അതായത് increase R&D technology investments in India's nuclear technology, reducing dependence on foreign suppliers, promote public-private partnerships to enhance indigenous reactor development such as small modular reactors, പിന്നെ collaborate with international nuclear agencies to adopt best safety practices and latest reactor designs. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക എനർജി സോഴ്സസ്, നമുക്കറിയാം റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂട്ടുക alongside with nuclear power to maintain a balanced energy mix, invest in advanced energy storage solutions to address the intermittency of renewables. അതായത് നമുക്കറിയാം റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി പ്രോഗ്രാംസ് ടു റെഡ്യൂസ് ഓവറോൾ ഡിമാൻഡ് ആൻഡ് റിലയൻസ് ഓൺ ഹൈ റിസ്ക് എനർജി സോഴ്സസ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് പോളിസി മേക്കിംഗ് ആയിരിക്കണം, പബ്ലിക് എൻഗേജ്മെൻറ്റും കൂട്ടണം. കണ്ടക്ട് ഓപ്പൺ പാർലമെൻ്ററി ഡിബേറ്റ്സ് അബൌട്ട് മേക്കിംഗ് പോളിസി ചേഞ്ചസ് ദാറ്റ് ഇമ്പാക്ട് നാഷണൽ സേഫ്റ്റി ആൻഡ് എനർജി സെക്യൂരിറ്റി. എൻഗേജ് സയൻറ്റിസ്റ്റ്, environmental experts and civil society in decision making related to nuclear policy. And improve public awareness programs on nuclear safety and emergency preparedness and disaster response mechanisms. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, strategic approach combining robust liability laws, stringent safety regulations, indigenous technology development and diversified energy sources will ensure that India's nuclear energy expansion is both sustainable and secure. A transparent and accountable framework is essential to balance economic growth, energy security and public safety. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വിൽഫുൾ വയലേഷൻ. അതായത് ഇതിൻ്റെ കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദ ഓഫീസ് ഓഫ് ഗവർണർ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഡിബേറ്റ് ഇൻ ഇന്ത്യൻ പോളിറ്റി, പെർട്ടിക്കുലർലി റിഗാർഡിംഗ് ഇറ്റ്സ് discretionary powers and role in state governance. The Supreme Court's recent queries on Tamil Nadu governor's conduct highlight concerns over constitutional violations. Okay, governor's role and constitutional provisions. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ്. നമുക്കറിയാം ഇത് പൊളിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം കോട്ട് ചെയ്യണം. നിങ്ങൾ ഗവർണറിനെ കുറിച്ചുള്ള ആൻസറൊക്കെ എഴുതുമ്പോഴായിരിക്കും you should be able to quote these articles. Okay, governor is the constitutional head of state bound by the advice of the Council of Ministers. Article 153 to 162 ലാണ്. Acts as a bridge between the union and the state governments. Holds office for a tenure of 5 years but serves as at the pleasure of the president. പിന്നെ appointment and qualifications. Appointed by the president, Article 153, must be an Indian citizen at least 35 years old. Article 157 to 158, cannot hold office of profit or a member of the member of the parliament or a state legislature. പിന്നെ discretionary powers of the governor അറിഞ്ഞിരിക്കുക. Article 163 allows the governor to act on his discretion in certain matters. പിന്നെ Article 200, governor can assent, withhold or reserve a bill for the president's consideration. Article 356, can recommend president's rule in case of constitutional breakup in a state. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഗവർണറിൻ്റെ റോളിൻ്റെ എവല്യൂഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഗവർണർ എന്ന് പറയുന്ന പദവി എസ്റ്റാബ്ലിഷ് ചെയ്തു ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ്
The Constituent Assembly debated between an elected and nominated governor. പിന്നെ eventually a centrally appointed governor was chosen to prevent clashes between the state executive and legislature. ഓക്കെ, ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് ബയസസ് ആണ്. ഗവർണർ ഓഫൺ ആക്ട് ഇൻ ഫേവർ ഓഫ് ദ റൂളിംഗ് പാർട്ടി, അതായത് സെൻട്രലിലെ റൂളിംഗ് പാർട്ടിയുടെ ഫേവറിന് ചിലപ്പോൾ ഗവർണർ ആക്ട് ചെയ്യും. കോംപ്രമൈസിങ് ന്യൂട്രാലിറ്റി, അലിഗേഷൻസ് ഓഫ് ഡിലേയിങ് ഓർ refusing to sign bills passed by the state legislatures, instances of discretionary powers being misused to destabilize opposition-led state governments. പിന്നെ റീസെൻറ്റ് കോൺട്രവേഴ്സി നമുക്കറിയാം, തമിഴ്നാട് ഗവർണറുടെ കോൺടാക്റ്റ് withheld assent to bills passed by the state legislature but later granted assent after legal scrutiny, reserved some bills for the presidential consideration, citing conflict with the UGC norms, raising concerns over excessive interference. The Supreme Court questioned whether such actions align with the constitutional principles. Misuse of Article 356 and President's role. Frequent misuse of Article 356 to dismiss state governments. Examples include arbitrary imposition of president rule in Arunachal Pradesh and Uttarakhand. Okay, arbitrary removal of governors. Governors have been dismissed without valid reasons. Political shifts at the center often lead to changes in governors, undermining stability. ഓക്കെ, പിന്നെ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻസും അതുപോലെ തന്നെ ഗവർണറിൻ്റെ റോളിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ്, വേരിയസ് കമ്മീഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ്. SR ബൊമ്മൈ കേസിൽ ലിമിറ്റഡ് മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 356 വന്നു ബൈ അലോയിങ് ജുഡീഷ്യൽ റിവ്യൂ. പിന്നെ നബം റിബായ് കേസ് 2016 സ്റ്റേറ്റഡ് ദ ഗവർണേഴ്സ് ഡിസ്ക്രിഷൻ മസ്റ്റ് ബി റീസണബിൾ, ഗൈഡഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ്. ഈ കേസസും ജഡ്ജ്മെൻറ്റ്സും ഒക്കെ കോട്ട് ചെയ്യാനായിട്ട് പറ്റണം നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ. ഓക്കെ, പിന്നെ കമ്മീഷൻ റിപ്പോർട്ട്സ് ആണ് ഓൺ ഗവർണേഴ്സ് റോൾ. സർക്കാരിയ കമ്മീഷൻ 1988 recommended restricting discretionary powers and ensuring impartiality. Punchi Commission 2010 suggested fixed tenures and a transparent appointment process. പിന്നെ റെക്കമെൻഡഡ് റിഫോംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ clearly define the discretionary powers of the governor to prevent misuse. ഡിസ്ക്രിഷണറി പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയുക എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. പിന്നെ അപ്പോയിൻമെൻറ്റ് പ്രോസസ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് വിത്ത് കൺസൾട്ടേഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ഫിക്സ്ഡ് ടെന്യൂർ ടു പ്രിവെൻറ്റ് ആർബിട്രറി റിമൂവൽസ്, ensure judicial oversight on the issues of discretionary powers, partially in withholding assent to bills. Okay, conclusion ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ the governor's role is crucial for federalism, but political misuse weakens democratic principles. Recent Supreme Court observations emphasize the need for reforms to ensure governors act as neutral constitutional authorities rather than political agents. Strengthening institutional checks and adopting recommendations from past commissions can help safeguard constitutional governance in states. Okay, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ബഡ്ജറ്റിംഗ് ഫോർ എ ജെൻഡർ ഇൻക്ലൂസീവ് വികസിത് ഭാരത്. ദി യൂണിയൻ ബഡ്ജറ്റ് 2025 to 2026 emphasizes inclusive development, balanced growth and well-being, particularly for women, youth, farmers and the poor. Okay, the budget aligns with the vision of Vikasit Bharat, developed India, by prioritizing education, employment and economic participation for women. Okay, gender budget allocation. Okay, increased allocation for the gender budget to 8.8%. ഞാൻ പറഞ്ഞായിരുന്നു ഈ ന്യൂസ് എന്ന് പറയുന്നത് കൂടുതലും ഡേറ്റ സ്പെസിഫിക് ആണ്. ഈ ഡേറ്റാസ് ഒക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾ ആൻസർ റൈറ്റിംഗിൽ യു ക്യാൻ കോട്ട് ഓൾ ദീസ് ഡേറ്റ. ഓക്കെ, 8.8% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ് ഫ്രം 6.8 in the previous year. Highest allocation in the 2 decades, amounting to 4.9 lakh crore across 49 union ministries and departments, demonstrates a strong commitment to empowering women through non-conventional sectors like railways, ports, highways, traditional sectors like textiles, pharmaceuticals and agro-processing, integrated gender budgeting across ministries to promote women-led development. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് വുമൻസ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് സ്റ്റെഡ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2023 to 2023 തിരിച്ചായിരിക്കണം. 2021 to 2022 എന്ന് പറയുന്നത് 30%,
3 to 2024 വരുമ്പോൾ 30%, നിയർലി അപ്രോച്ചിങ് ഗ്ലോബൽ ആവറേജ് ഓഫ് 37%. ഓക്കെ, മാറിപ്പോയതാണ്, സ്വാപ്പ് ചെയ്യുക. ഓക്കെ, ബഡ്ജറ്റ് ഫോക്കസസ് ഓൺ ഇൻക്രീസിങ് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫോമൽ ആൻഡ് ഇൻഫോമൽ വർക്ക് ഫോഴ്സ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി എൻടൈറ്റ്മെൻറ്റ്സ്, പിന്നെ സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഫോർ വുമൺ എംപവർമെൻറ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിന് സ്കിൽ ഇന്ത്യ പ്രോഗ്രാം ഉണ്ട്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ESDP, നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദീൻ ദയാൽ അന്ത്യോദയ യോജന, NRLM, MG നരേഗ, പിന്നെ അതുപോലെ തന്നെ PM എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, PM വിശ്വകർമ്മ യോജന, കൃഷി ശക്തി യോജന, ഏകദേശം 1.19 lakh crore കമ്പൈൻഡ് ബഡ്ജറ്റാണ്, വിത്ത് 52% ബഡ്ജറ്റ്സ് ഡയറക്റ്റഡ് ടു വുമൻ. ന്യൂ സ്കീംസ് ആയിട്ടുള്ളത് PM ധൻലക്ഷ്മി യോജന, മൈക്രോ ഫിനാൻസ് ഫോർ വുമൻ ആൻഡ് എൻ്റർപ്രണേഴ്സ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഫോർ urban വർക്കേഴ്സ് ഇനിഷ്യേറ്റീവ്, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ മേക്ക് ഇൻ ഇന്ത്യ. ഓക്കെ, വുമൺ ഇൻഫോർമൽ സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദ്യം പോർട്ടൽ നമുക്കറിയാം ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ഓക്കെ, അതിൽ 90% ഓഫ് വുമൺ ഇൻ workforce are in the informal sector. Collaboration with gig platforms to provide security, job security, insurance and financial inclusions, support for home-based businesses, promoting digital skilling for women in rural areas. പിന്നെ economic and social financial inclusion നമ്മൾ നോക്കുകയാണെങ്കിൽ recognizing women's role in agriculture, entrepreneurship, employment and simplified documentation of financial schemes, land ownership schemes ആയിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്, ഫാം ലോൺസ്, റൂറൽ ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ്, ജെൻഡർ ഡിസഗ്രിഗേറ്റഡ് ഡേറ്റ ടു എൻഹാൻസ് പോളിസി എഫക്റ്റീവ്നെസ്. പിന്നെ വുമൺ ലെഡ് ആയിട്ടുള്ള MSMEs ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഉദ്യം പോർട്ടലാണ്. ഉദ്യം പോർട്ടൽ നമുക്കറിയാം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻസിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നൊരു പോർട്ടലാണ് ഉദ്യം ഡേറ്റ എന്ന് പറയുന്നത്, ഉദ്യം പോർട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 20.5% ഓഫ് MSMEs ആർ വുമൺ ഓൺഡ്, എംപ്ലോയ്സ് അബൌട്ട് 27 million people, access to collateral free loans, startup funding. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് മുദ്ര സ്കീമുണ്ട്. മുദ്ര സ്കീമിൽ ലോൺസ് അവൈലബിൾ ആണ്, ശിശു, അങ്ങനെ 3 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വുമൺ ഓൺടർപ്രണേഴ്സിനൊക്കെ ഗവൺമെൻറ് ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ 40%ഓളം റീഫണ്ട് ചെയ്യേണ്ട അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ടെക് ഡ്രിവൺ സൊല്യൂഷൻ, സപ്പോർട്ട് ഫോർ വുമൺ ലെഡ് ബിസിനസ്സസ് ഇൻ മാനുഫാക്ചറിങ്, ഡിജിറ്റൽ എക്കണോമി ആൻഡ് AI ഡ്രിവൺ ഇൻഡസ്ട്രീസ്, 50,000 crore ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ വുമൺ ലെഡ് എൻ്റർപ്രൈസസ് ഇൻ ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസാണ്. ഇത് P-8 എയർക്രാഫ്റ്റാണ്. ഇത് നമ്മുടെ നേവിയുടെ ഒരു സർവൈലൻസ് ഫ്ലൈറ്റാണ്. ഇത് നമ്മുടെ ന്യൂസിൽ, ഇന്നത്തെ ന്യൂസിലൊക്കെ ആണെങ്കിലും ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. ഇറ്റ്സ് എ വേരിയൻറ്റ് ഓഫ് P-8A Poseidon ഡെവലപ്ഡ് ബൈ ബോയിങ് ആസ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദ US നേവീസ് ഏജിങ് P-3 ഫ്ലീറ്റ്. ലോങ് റേഞ്ച് ആണ്, മൾട്ടി മിഷൻ മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റാണ്. ഇന്ത്യയാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കസ്റ്റമർ. പ്രൊക്യൂർമെൻറ്റ് അപ്രൂവ്ഡ്, അത് നേരത്തെ അക്യൂർ ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ എണ്ണം നമ്മൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസിലുണ്ട്. ഓക്കെ, അപ്പോൾ P-8 അല്ലെങ്കിൽ P-8-1 വേരിയൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എയർക്രാഫ്റ്റ്. ഓക്കെ, നേവിയുടെ സർവൈലൻസ് എയർക്രാഫ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ അതിനെ ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിക്കുന്ന നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. ഗവർണർ ബേസ് ചെയ്തിട്ടുള്ള ഗവർണർ ആൻഡ് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകളൊക്കെ റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ്. ബട്ട് അറിഞ്ഞിരിക്കുക, പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വുമൺ ജെൻഡർ ബഡ്ജറ്റിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയും പ്രൊവൈഡഡ് ആണ്. അത് നിങ്ങൾക്ക് ജെൻഡർ റോൾസ് അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ഓൾ ദിസ് ഡേറ്റ. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അത് ഹെൽപ്ഫുള്ളാണ്. ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.